ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ലുലുവിലേക്കാണ് കേട്ടോ വിട്ടത്. ലുലുവിലൊക്കെ കയറി ഒന്ന് കറങ്ങിയതേ മീറ്റിൻ്റെ സെഷനിലൊക്കെ പോയി മീറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള മീറ്റൊക്കെ ഒന്ന് വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ പ്ലേ ഏരിയയിലോട്ടാണ് പോയത്. ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പോകുന്ന സമയത്ത് ഇത്രയും ഐറ്റംസ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് ഗെയിംസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു മക്കളെ കൊണ്ട് വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് പോകാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ. ഫണ്ടൂരയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. പിന്നെ അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് ഗെയിംസ് കൂടി ഇപ്പോൾ അവർ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഉത്സവപ്പറമ്പിൻ്റെ പ്രതീതിയാണ് കേട്ടോ. അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു. ഓരോരോ കാഴ്ചകളും രസകരമായ എനിക്ക് അവിടെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കേട്ടോ. പ്രായമായ ഒരുപാട് പേരുണ്ട്. അവരെ വീൽ ചെയറിലും അല്ലാതെയും ഒക്കെ കൊണ്ടുവന്നിങ്ങനെ ഈ പ്രായമായ ആൾക്കാരില്ലേ, അവരിങ്ങനെ കൊണ്ടുവന്ന് എല്ലാ കാഴ്ചകളും കാണിക്കുന്ന ഒരുപാട് മക്കളെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പം പുതിയതായിട്ട് തന്നെ ലോഞ്ച് ചെയ്തതാണ് ചെറിയൊരു ബർത്ത്ഡേ ഹാളാണ് കേട്ടോ. ഒരു 20-25 പേർക്ക് നമുക്ക് ചെറിയൊരു പാർട്ടി നടത്താൻ പറ്റിയ ഒരു ഹാൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു അഡ്വഞ്ചറായിട്ട് പുതിയൊരു ഗെയിം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് കുഞ്ഞുമക്കളെ നമുക്ക് കാണാൻ കഴിയുമേ. എല്ലാം ഞാൻ നോക്കിയതിലെല്ലാം ആൺപിള്ളേരാണ് കേട്ടോ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. 1-2 കുഞ്ഞു പെൺപിള്ളേരല്ലാതെ ബാക്കിയെല്ലാം ബോയ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്ന സമയത്താണ് നല്ല വിശപ്പ് വരുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാം. ഫുഡ് ആണല്ലോ നമ്മുടെ മെയിൻ. ഫുഡ് കഴിച്ചിട്ട് ആവാം ബാക്കി കാഴ്ചയെന്ന് കരുതി ഫുഡ് കഴിക്കാനായിട്ട് പാരഗണി കയറിയിട്ടുണ്ട്. പാരഗണിയിൽ നിന്ന് ഒരു മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് തട്ടിയതിന് ശേഷം വീണ്ടും കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, പുതിയ സെക്ഷനുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കേട്ടോ ഇത് എനിക്കൊരു അത്ഭുത കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് നേരം അതും അവിടെ നിന്ന് കണ്ടു. പിന്നീട് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫിഷ് ഇങ്ങനെ അവർ നല്ല രീതിയിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗ്നേറ്റ് ചെയ്ത ഫിഷ് ഉണ്ട് കേട്ടോ. നമുക്ക് റെഡി ടു പെട്ടെന്ന് ചെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിഷും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. മസാലയൊക്കെ പുരട്ടി ഈ കറിവേപ്പില സഹിതം ഇട്ടാണ് കേട്ടോ ഫിഷ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഉണക്കമീനും ഉണക്ക കരുവാടും ഒക്കെ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോഴേക്കും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് തേങ്ങയാണ് കേട്ടോ. നല്ല മുളപ്പിച്ച് നടാൻ പറ്റിയ രീതിയിൽ തേങ്ങ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ആപ്പിളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കൺട്രിയിലുള്ള വെറൈറ്റി ടൈപ്പ് ആപ്പിൾസും ജ്യൂസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ജിലേബിയും കൂടി വാങ്ങിച്ച് എൻ്റെ ഒരു യാത്ര ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വരാം കേട്ടോ.